മൈൻഡ് ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ അബ്രഹാം, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഡിക്ഷൻ എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നാം നിയന്ത്രിക്കേണ്ടത് നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് അഡിക്ഷൻ. ഒരു വ്യക്തി ഏതെങ്കിലും വസ്തുവിലോ പെരുമാറ്റത്തിലോ ആശ്രയിക്കുകയും അത് ദോഷം വരുത്തിയാലും അത് വിട്ടുമാറുവാൻ, അത് ഉപേക്ഷിക്കുവാൻ പ്രയാസമായി വരുന്ന അവസ്ഥയാണ് അഡിക്ഷൻ. അഡിക്ഷന് പല പ്രായമുണ്ട്. പ്രധാനമായിട്ടും ടീനേജിലാണ് അഡിക്ഷൻ്റെ കാരണമായി മാറുന്ന ഒരു പ്രായം. അതാണ് 13 തൊട്ട് 19 വയസ്സ് വരെ കാലഘട്ടം. ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്, ഈ പ്രായത്തിൽ ക്യൂരിയോസിറ്റി കൂടുതലാണ്, കൗതുകം വളരെ കൂടുതലാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത്, പിയർ പ്രഷർ വളരെ കൂട്ടുകാരുടെ സ്വാധീനം ഉണ്ടാകുന്നു. അത് നിമിത്തമായി കൂട്ടുകാരുടെ സ്വാധീനത്താൽ ഈ സബ്സ്റ്റൻസ് ഉപയോഗിച്ചു തുടങ്ങുന്നു. മൂന്നാമത്തെ, സ്ട്രെസ്, മാനസിക സമ്മർദ്ദം. അത് കൂടുമ്പോൾ അത് റിലാക്സ് ചെയ്യാനും വേണ്ടി, റിലീഫ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നാലാമത്, ഇമോഷണൽ ചേഞ്ചസ്, വൈകാരികമായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി നിമിത്തം അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് നിമിത്തമായി കുട്ടികളിൽ ഈ ഒരു പ്രവണതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സ്റ്റേജസ് ഓഫ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇത് എക്സ്പെരിമെൻ്റലാണ്. പരീക്ഷണാർത്ഥം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുന്നു. ഒരു സെലിബ്രേഷനിലോ ഏതെങ്കിലും ഫംഗ്ഷനുകളിലോ ആദ്യമായി പരീക്ഷണാർത്ഥമായി ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നു. രണ്ടാമത് ഉള്ളത്, ഇത് റെഗുലർ യൂസിലേക്ക് മാറുന്നു. റെഗുലർ യൂസ് വരുമ്പോൾ നിരന്തരമായി ഉപയോഗിക്കുകയും ഇതിനോട് താല്പര്യം കൂടുകയും നിരന്തരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. മൂന്നാമത്തേത്, ഈ നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ആദ്യം ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നതായിട്ട് സന്തോഷം ലഭിക്കാത്ത നിമിത്തമായി ഇതിൻ്റെ അളവ് കൂട്ടാൻ ശ്രമം. അത് മൂന്നാമത്തെ സ്റ്റേജ്, റിസ്കി യൂസ് എന്ന് പറയും. അളവ് കൂടുവാൻ സാധ്യതയുണ്ട്. അപകടകരമായ നിലയിലേക്ക് അത് അളവ് കൂടും. അടുത്ത പ്രത്യേകത, ഇത് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് അത് കൂടുതൽ ആശ്രയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഡിക്ഷനാണ്. അഡിക്ഷൻ ആസക്തിയിലേക്ക് വരുന്നു. അത് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തപ്പെടും. ഇതിന് പല കാരണങ്ങളുണ്ട്. അഡിക്ഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന്, പല കാരണങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അഡിക്ഷൻ യഥാർത്ഥത്തിൽ. ഇതിന് സൈക്കോളജിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും ഇതിനകത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ജനറ്റിക്കലാണ്. ഫാമിലി ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫാമിലി ഹിസ്റ്ററിയിൽ മാതാപിതാക്കളോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ ഇതിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ, ജീൻസ് അഫക്റ്റ് ബ്രെയിൻ കെമിസ്ട്രി എന്ന് പറയുന്നു. അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയേറെ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നു. ഡോപ്പമിൻ്റെ അളവ് കൂടുതൽ, അതായത് പ്ലഷർ റിവാർഡ് കെമിക്കലാകുന്ന ഡോപ്പമിൻ്റെ അളവ് വളരെ കൂടുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്നു. അങ്ങനെ സന്തോഷം ലഭിക്കുമ്പോൾ കൂടുതൽ ഉപയോഗിക്കാനുള്ള താല്പര്യത കൂടുന്നു. അത് നിമിത്തമായി അഡിക്ഷനിലേക്ക് പോകുന്നു. രണ്ടാമത്തെ, റിസപ്റ്റർ ജീൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡോപ്പമിൻ റിസപ്റ്റർ ജീൻ എന്ന് പറയുന്നത്. ഇത് ഇവർക്ക് സ്റ്റിമുലേഷന് വളരെയേറെ ഇത് ആവശ്യമായി വരുന്നു. അതായത് സ്റ്റിമുലേഷന് വളരെയേറെ എക്സ്റ്റേണലായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ജീനുള്ളവർ ഈ സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകുകയും അവർക്ക് ഇതില്ലാതെ പിന്നെ മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് അവരും അഡിക്ഷനിലേക്ക് മാറുവാൻ സാധ്യമാകും. അടുത്തത്, ഇത് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് എന്നുള്ളതാണ്, പാരമ്പര്യ സ്വഭാവം. അത് ചിലരിൽ ഇത് ഇമ്പൾസിവിറ്റി കൂടുതൽ, ആവേശപരത വളരെ കൂടുതലാണ്. രണ്ടാമത്തേത്, റിസ്ക് എടുക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ, പാരമ്പര്യത്തിൽ സ്വഭാവത്തിൽ അങ്ങനെയൊരു കാര്യമുണ്ടെങ്കിൽ ഇത് അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അടുത്ത ഒന്നാണ് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, വൈകാരികമായ അസ്ഥിരത നിമിത്തമായി ഇതിലേക്ക് പോകുവാൻ കാരണങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാരമ്പര്യ സ്വഭാവം നിമിത്തം അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അടുത്ത സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഒന്ന് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഇതിൽ നിന്ന് റിലീഫ് നേടുന്നതിന് വേണ്ടി റിലാക്സേഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ, ഡിപ്രഷൻ ആൻഡ് ലോൺലിനെസ്, ഏകാന്തതയും വിഷാദവും നിമിത്തമായി അതിൻ്റെ ഇമോഷണൽ പെയിൻ അതിനോടൊപ്പം ഉണ്ടാകുന്നു. അപ്പോൾ അത് നിമിത്തമായി ഇതിൽ നിന്ന് ഫ്രീ ആകുന്നതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകുന്നു. മൂന്നാമത്തേത്, ലോ സെൽഫ് എസ്റ്റീം, തങ്ങളെക്കുറിച്ച് തന്നെ മതിപ്പില്ലാത്ത അവസ്ഥയും അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് നിമിത്തമായി ഈ ഒരു അവസ്ഥയിലേക്ക് സൈക്കോളജിക്കലി എത്തപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ആശ്വാസം നേടുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും വേണ്ടി സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കോസസ് എന്ന് പറയുന്നത്. സാമൂഹ്യപരവും
സാഹചര്യപരമായ കാരണങ്ങളാൽ സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകപ്പെടുന്നു. അത് പ്രത്യേകിച്ച് ഫാമിലി, ബ്രോക്കൺ ഫാമിലി ആണെങ്കിൽ അത് വളരെ ഒരു സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത് ലാക്ക് ഓഫ് കെയർ എന്ന് പറയുന്നത്, കുടുംബത്തിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കെയർ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇതിലേക്ക് പോകാൻ, സബ്സ്റ്റൻസ് യൂസിലേക്ക്, അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈസി അവൈലബിലിറ്റി മറ്റൊരു കാരണമാണ്. ഇത് വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നു. ഇപ്പം കുടുംബങ്ങളിൽ തന്നെ ഫങ്ഷനുകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ആൽക്കഹോളോ ഡ്രഗ്സോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലഭ്യത വളരെ കൂടുതലാണെങ്കിൽ കുട്ടികൾ വളരെ വേഗത്തിലേക്ക് അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ടൈപ്സ് ഓഫ് അഡിക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. പ്രധാനമായും 2 തരത്തിലുള്ള അഡിക്ഷനാണ് പറയുന്നത്. ഒന്ന് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന അഡിക്ഷനും, രണ്ടാമത് ബിഹേവിയറൽ അഡിക്ഷനും. ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. സബ്സ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്, സബ്സ്റ്റൻസിനകത്ത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതായത് ഈ ഹെയറോയിൻ, അതുപോലെ തന്നെ കൊക്കൈൻ, ആൽക്കഹോൾ എന്നൊക്കെ പറയുന്നതെല്ലാം കെമിക്കൽസാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ശരീരത്തെയും വളരെ മോശമായി അഫക്റ്റ് ചെയ്യുകയും ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ അതൊരു കെമിക്കൽ കണ്ടൻ്റാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ശരീരത്ത് അധികമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിന് നിമിത്തമായി ഉണ്ടാകുന്നു. രണ്ടാമത് ഡ്രഗ്സ്, കൊക്കൈൻ, കാനാബീസ്, ഹെറോയിൻ, അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന MDMA, അംഫെറ്റാമൈൻ, അതുപോലെ തന്നെ മെത്താഫിറ്റാമൈൻ എന്ന് പറയുന്ന കെമിക്കലുകളെല്ലാം തന്നെ മനുഷ്യ ശരീരത്തിലേക്ക് അമിതമായി കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അളവുകൾ നമ്മുടെ ശരീരത്തെ താങ്ങാൻ കഴിയുന്നതിലപ്പുറമാകുമ്പോൾ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് നിമിത്തമായി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നിക്കോട്ടിൻ. ടൊബാക്കോ യൂസിലൂടെ നമ്മുടെ ശരീരത്തിൽ നിക്കോട്ടിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ എനർജി ഡ്രിങ്കായ ടീ, കോഫി, മറ്റ് എനർജി ഡ്രിങ്ക്സ്, കോഫിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ മെഡിസിൻ പല നിലയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, പെയിൻ കില്ലേഴ്സും അതുപോലെ സ്ലീപ്പിംഗ് പിൽസും ഒക്കെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അതും നമുക്ക് ശാരീരികമായ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരമായി അമിതമായി ഇത് ഉപയോഗിക്കുമ്പോഴെല്ലാം നമുക്ക് ഇതൊക്കെ മയക്കുമരുന്നായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പലതാണ്. പ്രത്യേകിച്ച് ഒന്ന് മെൻ്റൽ ഹെൽത്ത് വളരെ മോശമാകുന്നു, നമ്മുടെ മാനസിക ആരോഗ്യം തകരാറിലാകുന്നു, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഓർമ്മക്കുറവുണ്ടാകുന്നു, കോൺസെൻട്രേഷൻ വളരെയേറെ കുറയാൻ സാധ്യതയാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് വളരെയേറെ പ്രയാസമായി മാറുന്നു. അൺനെസസറി ഫിയർ, അനാവശ്യമായിട്ടുള്ള ഭയം, കോപം, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് എന്നിവ നമുക്ക് ഈ കെമിക്കൽ യൂസ് നിമിത്തമായി, സബ്സ്റ്റൻസ് യൂസ് നിമിത്തമായി നമുക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെൻറ്റ്, പലതിലുമുള്ള നമ്മുടെ ജഡ്ജ്മെൻറ്റ് അത് വളരെയേറെ മോശമായി മാറുന്നു, ഇമ്പയർഡ് ജഡ്ജ്മെൻറ്റായി മാറുന്ന അവസ്ഥയുണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ തോട്ട് പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഹലൂസിനേഷൻ, ഡെല്യൂഷൻ, പരനോയ തുടങ്ങിയിട്ടുള്ള തോട്ട് പ്രോബ്ലംസ് ഉണ്ട്. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് തോന്നുക. രണ്ടാമത്തേത് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള സാധനം തന്നെ തെറ്റായി കാണുക എന്നുള്ളതാണ്. പരനോയ എന്ന് പറഞ്ഞാൽ സംശയം, അതായത് ഭാര്യ-ഭർത്തൃ ബന്ധത്തിലൊക്കെ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടായിട്ട് വലിയ വലിയ അപകടങ്ങളിലേക്ക്, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലേക്കൊക്കെ പോകുവാൻ ഇത് കാരണമാക്കിയിരുന്നു. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെയേറെ പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. അതായത് ഒരു തരത്തിലും ഇത് നിർത്താൻ പറ്റാത്തതായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നു, അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രശ്നമാണ് ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഒന്ന് ലിവർ, കിഡ്നി, ഹാർട്ട്, അതുപോലെ തന്നെ ലങ്സ് എന്നിവയെ ഇത് വളരെ മോശമായി ബാധിക്കുന്നു, തകരാറിലാകുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. ബ്ലഡ് പ്രഷർ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഉറക്കത്തിന് ഡിസോർഡറിലേക്ക്, സ്ലീപ്പ് ഡിസോർഡറിലേക്ക് പോകുന്നു. വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. ചില സാഹചര്യങ്ങളിൽ വെയിറ്റ് വളരെയേറെ കൂടുന്നു.
അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇതൊക്കെയാണ് ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അടുത്ത പ്രശ്നം സോഷ്യൽ പ്രോബ്ലംസ് ആണ്. അതായത് സാമൂഹ്യപരമായി ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് യൂസ് നിമിത്തം ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നം, അഡിക്ഷൻ നിമിത്തം ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ റിലേഷൻഷിപ്പ് മുഴുവൻ തകർക്കപ്പെടുന്ന മോശം കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മോശമായി തീരുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അക്കാഡമിക് ലെവൽ വളരെയേറെ മോശമായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം, സാമ്പത്തികമായി അമിതമായ ഇതിൻ്റെ ഉപയോഗം നിമിത്തമായി സാമ്പത്തികമായി വളരെയേറെ പ്രയാസമുണ്ടാകാൻ, ബുദ്ധിമുട്ടുണ്ടാകാൻ, കടം വാങ്ങിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ ബിഹേവിയറിലേക്ക് അഡിക്ഷൻ നിമിത്തം പോകുന്നു, വയലൻസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ മോഷണം നടത്തുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്. അഡിക്ഷനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഒന്നാമത് നല്ല നിലയിലുള്ള അവയർനെസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുക. എന്താണ് ഇതിൻ്റെ റിസ്ക്, എന്താണ് ഇത് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപകടകരമായ സാഹചര്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏർലി സിംറ്റംസ് കാണുമ്പോൾ തന്നെ ഇത് തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവയർനെസ്സിൽ രണ്ടാമത്തെ കാര്യം ഇതിന് ഏർലി സയൻസ് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കുക, ക്രേവിങ് ഉണ്ടാകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇത് കൺട്രോൾ നഷ്ടപ്പെടുക, നിയന്ത്രണം നഷ്ടപ്പെടുക. അതുപോലെ രഹസ്യമായി ഇത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് ഇതിൻ്റെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തൊന്നാണ് അതായത് ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഒന്നാം നമ്മൾ പറഞ്ഞ അവയർനെസ് വർദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഹെൽത്ത് ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഒന്ന് റെഗുലർ എക്സസൈസ് ചെയ്യുക, ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുക, അതുപോലെ നന്നായിട്ട് ഉറങ്ങുക. പിന്നെ അതുപോലെ തന്നെ നല്ല ഹോബീസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് മറ്റൊരു തരത്തിലുള്ള പ്രിവെൻഷൻ. മൂന്നാമത് മാനേജ് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ്. അതിന് പ്രത്യേകമായ ടെക്നിക്സ് ഉണ്ട്, അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. മെഡിറ്റേഷൻ, പ്രെയർ, ബ്രീത്തിങ് എക്സസൈസ്, യോഗ എന്നിവയിലൂടെ ഇമോഷൻസിനെയും സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ സബ്സ്റ്റൻസ് യൂസിലൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള പ്രോബ്ലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു രീതിയുണ്ട്. സബ്സ്റ്റൻസ് യൂസ് ചെയ്തതിലൂടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, അത് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് കൗൺസിലിംഗ് അന്വേഷിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഡിപ്രഷൻ, അതുപോലെ തന്നെ ആങ്സൈറ്റി, ലോൺലിനെസ്, ഏകാന്തത എന്നിവയുടെ അവിടെ കൗൺസിലിംഗ് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ആവശ്യമാണ്. ആ സമയത്ത് അത് നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ ബന്ധങ്ങൾ വളരെ ശക്തമാക്കി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അത് പ്രത്യേകിച്ച് ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള ബന്ധങ്ങൾ, സ്പിരിച്വലിലുള്ള ബന്ധങ്ങൾ ഒക്കെ, അവയിലൂടെ നമ്മൾ ശക്തരായി മാറുക, ബന്ധങ്ങൾ ശക്തമാക്കി മാറ്റുക. അതുപോലെ തന്നെ ഈ പിയർ പ്രഷർ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ്. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ പോസിറ്റീവായിട്ടാണ് ജീവിതത്തെ കാണുകയും പോസിറ്റീവായി ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. അങ്ങനെയുള്ളവരെ സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുക. അടുത്ത പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സെൽഫ് കൺട്രോൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതായത് പ്രയോറിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി ഉള്ള ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വ്യക്തിപരമായിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പൾസ്, നമുക്കിത് ഉപയോഗിക്കാനുള്ള ആവേശത്തെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാര്യം ഈ പെട്ടെന്നുള്ള സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇമ്പൾസ് ഉണ്ടാകാറുണ്ട്. അതിനെ നമ്മൾ നിയന്ത്രിക്കുക. കാരണം ഇത് പെട്ടെന്നുള്ള സന്തോഷം ലഭിക്കാൻ വേണ്ടി
അതിലേക്ക് പോകുന്ന നിമിത്തമായി നമ്മൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷങ്ങളിലേക്ക് നമ്മൾ പോകാൻ ഉത്സാഹിക്കുകയും ഇങ്ങനെയുള്ള ആവേശങ്ങൾ നമ്മൾ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ട്രിഗേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട്, പ്രത്യേകിച്ച് സിറ്റുവേഷൻസ്, അതായത് അതിനിങ്ങനെ മദ്യപിക്കാനുള്ള അല്ലെങ്കിൽ മറ്റ് അഡിക്ഷനിലേക്ക് പോകാനുള്ള, സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ അതിലേക്ക് നയിക്കാൻ താല്പര്യരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ എയർലി ഇൻ്റർവെൻഷൻസ് ഉണ്ടാകണം. അതായത് ഇതിൻ്റെ സിഗ്നലുകൾ അല്ലെങ്കിൽ സൈൻസ്, സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ സഹായം തേടേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, കൗൺസിലേഴ്സ്, സ്പിരിച്വൽ ഗ്രൂപ്പ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് ഇതിന് സഹായമായി ലഭിക്കും. അത് തേടേണ്ടത് ആവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനകത്തെ സ്പിരിച്വൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത് എന്നുള്ള, അല്ലെങ്കിൽ മോറൽ സ്ട്രെങ്ത് എന്നുള്ള, സ്പിരിച്വൽ മോറൽ സ്ട്രെങ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഈ ടെംപ്റ്റേഷൻസ് റെസിസ്റ്റ് ചെയ്യാൻ അത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ബലം നമുക്കതിനകത്ത് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്ട്രെങ്ത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളായി ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ്. എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ പ്രോബ്ലം ആണെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്, ഇത് ഡിലേ ചെയ്യുന്നതോടുകൂടി നമുക്കതിൻ്റെ റിക്കവറി ഡിലേ ആകുന്നതല്ലാതെ കാര്യമായ ഗുണങ്ങളുണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുക. ഈ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്, അഡിക്ഷൻ എന്നൊരു പ്രശ്നം എനിക്കുണ്ട് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് പലരും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക ശ്രമിക്കുന്നത്. അത് നമ്മുടെ റിക്കവറി ഡിലേ ആക്കും എന്നുള്ളതല്ലാതെ കാര്യമായ ഗുണങ്ങളുണ്ടാകത്തില്ല. രണ്ടാമത്, ഇതൊരു മെൻ്റൽ ഫിസിക്കൽ സ്റ്റേജാണ് എന്ന് നമ്മൾ ഓർക്കുക. അല്ലാതെ ഇതൊരു മോറൽ ഫെയിലിയർ അല്ല, ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു മെൻ്റൽ ഫിസിക്കൽ സ്റ്റേജാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതിന് സപ്പോർട്ട് നമ്മൾ തേടേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണലാണ് നമ്മൾ സപ്പോർട്ട് തേടേണ്ടത്. ഡീറ്റോക്സിഫിക്കേഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഈ കെമിക്കൽ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നീക്കം ചെയ്യുന്നതിന് നമുക്ക് പ്രൊഫഷണൽസിൻ്റെ സഹായം ആവശ്യമാണ്. തെറാപ്പികൾ ഇതിനാവശ്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള തെറാപ്പി ആവശ്യമാണ്. അതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇതിനാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ നമ്മൾ വ്യത്യാസം വരുത്തുക. അഡിക്ഷന് പകരമായി ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആയി നമ്മൾ നമ്മുടെ ജീവിത രീതിക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ബിസി ആയി ഇരിക്കുക എന്നുള്ളതാണ്. എൻഗേജ്ഡ് ആയിരിക്കുക, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെസ് മാനേജ്മെൻറ്റും അതുപോലെ ഇമോഷൻസ് മാനേജ്മെൻറ്റും. അതിന് പ്രെയർ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ മറ്റ് യോഗ, അതുപോലെ ബ്രീത്തിങ് എക്സർസൈസ് എന്നിവ നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഈ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മുടെ ഫീലിങ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അതെന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം ഓപ്പണായിട്ട് നമ്മൾ പറയുന്നവരായിട്ട് മാറുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ജേർണൽ എഴുതിക്കൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ ഓരോ സാഹചര്യവും നമുക്ക് വന്നിട്ടുള്ള ഓരോ കണ്ടീഷൻസും അതിൽ നമുക്ക് ഫ്രീ ആയതുമൊക്കെ നമ്മൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കാലത്ത് നമുക്ക് പ്രയോജനപ്പെടും. മെൻ്റലി അത് നമ്മളെ വളരെയേറെ സ്ട്രോങ് ആയി മാറുവാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷമയോടുകൂടി ഈ റിക്കവറി പ്രോസസ്സിൽ ഇൻവോൾവ് ആകേണ്ട ആവശ്യമാണ്. ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ആ ടൈം വരെ നമ്മൾ ഇതിനകത്ത് തുടരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത് റിലാപ്സ് റിലാപ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ, നമ്മുടെ തലച്ചോറിലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളുടെ ഓരോ വിക്ടറീസും സെലിബ്രേറ്റ്, അതായത് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ നിർത്തി അത് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല
എന്നുള്ളത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറാകുക. ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ ജയങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് വളരെയേറെ മെൻ്റലി നമ്മളെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കുറച്ചുകൂടെ ശക്തരായി മാറുവാനും സഹായിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് സ്പിരിച്വലി നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി മാറുക. മോറൽ ലൈഫിലും സ്പിരിച്വാലിറ്റി നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മാറുക എന്നുള്ളത്. അതിന് പ്രെയർ നമുക്ക് ആവശ്യമാണ്, പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് വ്യക്തിപരമായ ജീവിതത്തിൽ. അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ, പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ലഭിക്കുന്നതും നല്ല ജീവിത മൂല്യങ്ങൾ ലഭിക്കുന്നതുമായിട്ടുള്ള പുസ്തകങ്ങളുടെ വായനയും സ്ക്രിപ്ചറായിട്ടുള്ള കാര്യങ്ങളുടെ വായനയും നമുക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റിൽ, ആരോഗ്യപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളായിരിക്കേണ്ടത് ഇതിന് പ്രധാനപ്പെട്ട ഒന്നാണ്. പോസിറ്റീവ് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരോടൊപ്പം നമ്മളെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, റിക്കവർ ചെയ്യാൻ, ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അവരിൽ നിന്നുള്ള അവരുടെ സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ ഏകാന്തത നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്സ് എന്നിവ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമ്മുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാടുകൾ സമാധാനപരവും അതുപോലെ തന്നെ അഡിക്ഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്ക് നമ്മളെ പിന്നെയും കൊണ്ടുപോകുന്ന, മാനസികമായി നമ്മുടെ ചിന്തകളെ ഈ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവായിരിക്കുകയും സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മളായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവകളിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ നമുക്ക് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒന്നല്ല അഡിക്ഷൻ. നമുക്ക് പൂർണ്ണമായിട്ടും മോചനം പ്രാപിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ തിരിച്ചറിയുക. നാം നിയന്ത്രിക്കേണ്ടത് ഒന്ന് നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അതിനെ ആശ്രയിച്ച് നമ്മളതിലൂടെ പുറത്തു വരികയും സ്വതന്ത്രമായ ചിന്തകൾ, ഒന്നിനും അടിമകളാകാതെ ഒരാസക്തിക്കും അടിമപ്പെടാതെ സന്തോഷകരമായി, അതുപോലെ തന്നെ സാധാരണ ജീവിതത്തിൽ ലഭ്യമാകുന്ന സന്തോഷങ്ങളും സുഖങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആനന്ദ അനുഭവങ്ങളും ഒക്കെ അനുഭവിച്ച് ശക്തമായ ഒരു മാനസിക അവസ്ഥയിലൂടെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത്രയും സമയം ശ്രദ്ധയോട് ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്